എടാ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ ഇന്നെങ്കിലും ഒന്ന് നേരത്തെ കയറട്ടെ. ഞാൻ ഓഫീസ് എത്തി ഞാൻ വിളിക്കാം. ഇത്രയും വിനയം വാരി വിതറണ ഇവനെ എതിർത്തിട്ട സിനിമയിലെ ഷൈനികോ അതിന് ഇറങ്ങിയപ്പോ തന്നെ പടം പോയി കണ്ടോ? എങ്ങനെയുണ്ട്? നമ്മുടെ ത്രില്ലർ സ്റ്റാർ ആയിട്ടുള്ള ജിത്തു ജോസഫിന്റെ ശിഷ്യൻ മാർട്ടിൻ ജോസഫ് എന്ന് പറഞ്ഞ പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പടം. മൊത്തത്തിൽ പടം കുഴപ്പമില്ല. പുള്ളി അതിലെന്ത് പോലീസായിട്ടല്ലേ? ത്രില്ലറാ പടം? എങ്ങനെയുണ്ട്? ഷൈനിക നന്നായിട്ട് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ തുടക്കം മുതൽ പടം കുറച്ച് ഇങ്ങനെ എഴയുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്, അതിലൊക്കെ ഷൈനികം ഭയങ്കര രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഓവറോൾ ഇങ്ങനെ നോക്കുമ്പോൾ തുടക്കത്തിൽ ഒരു ഫേസിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊരു ഇൻട്രൊഡക്ഷൻ, പുള്ളി ഒരു പുതിയ നാട്ടിൽ വരുന്നു, ഇൻട്രൊഡ്യൂസ് ആവുന്നു, അത് കുറേ നേരം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇൻ്റർവെല്ലിൽ എത്തുമ്പോൾ വരെ നമുക്ക് കഥയിൽ അങ്ങനെ വലിയ മാറ്റം വന്ന പോലെ ഒന്നും തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു എഴച്ചിൽ പരിപാടിയുണ്ട്. പിന്നെ ഇമോഷണൽ ഫേസ് ഒക്കെ നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് കണക്ട്, അല്ലെങ്കിൽ ആൾ കടന്നു പോകുന്ന അതേ ഫീലിങ്സ് ഒന്നും നമുക്ക് അത്രമാത്രം ഒന്നും കണക്ട് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതിനകത്ത് ഒരു ത്രില്ലർ ആകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൺപ്രഡിക്റ്റബിൾ ആവണമെന്നല്ല, പക്ഷെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു പ്രഡിക്ഷൻ നമുക്ക് തോന്നുന്നു, ഇനി ഇവരായിരിക്കില്ലേ, അല്ലെങ്കിൽ ഇതും കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആകില്ലേ എന്നുള്ളൊരു പ്രഡിക്ഷൻ പെട്ടെന്ന് തന്നെ അതിലോട്ട് എത്താൻ പറ്റുന്നുണ്ട്. അപ്പം അതൊരു ത്രില്ലറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറവാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ എനിക്കെന്തോ അതൊരു നെഗറ്റീവായിട്ടാണ് തോന്നിയത്. പിന്നെ ആക്ടേഴ്സിൻ്റെയൊക്കെ അഭിനയം നല്ലായിരുന്നു, പക്ഷെ കുറേ സ്ഥലത്ത് ചില ആവശ്യമില്ലാത്ത സീനുകളൊക്കെ ഇങ്ങനെ വെച്ച് അതിങ്ങനെ ഒരു കുറേ അധികം നേരം എടുത്ത് ഇങ്ങനെ പോയ പോലത്തെ ഒരു വൈബാണ് മൊത്തത്തിൽ തോന്നുന്നത്. പിന്നെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഒന്നും ആരോടും നമുക്കങ്ങനെ കണക്റ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നിയില്ല. അതിങ്ങനെ എവിടെയോ അങ്ങനെ ഫീൽ ചെയ്യാതെ അങ്ങനെ പോകുന്ന പോലത്തെ അങ്ങനെ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സിലുള്ള ഫൈറ്റിംഗ് സീനൊക്കെ ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ പടം എൻഗേജ്ഡ് ആവും. പക്ഷെ ആദ്യത്തെ കുറേ ഫേസ് ഇങ്ങനെ ഒരു എന്താ പറയുക, ലോ ഫേസിൽ പോകുന്ന പോലത്തെ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നു. ജിത്തു ജോസഫ് ട്രൈ ചെയ്തിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റൈലാണ് മൂവി മേക്കിങ്ങിൽ പുള്ളി ഫോളോ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതേപോലത്തെ ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ ഏകദേശം അതേപോലെ വരുന്നൊരിതാണ്. പിന്നെ റെഫറൻസുകളുണ്ട്, ദൃശ്യ മൂവിയുടെ റെഫറൻസ് ഒക്കെ ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. മൊത്തത്തിൽ എനിക്ക് പറയുന്നു വൺ ടൈം കാണാനുള്ള കാര്യങ്ങളൊക്കെ പടത്തിനുണ്ട്. പക്ഷേ ഭയങ്കര എൻഗേജിങ് ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ബിഗ് നോ. പിന്നെ ഒരു പടം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടല്ലേ ഫീൽ ചെയ്യുക. എനിക്ക് ഫീൽ ചെയ്ത പോലെ ആയിരിക്കില്ല താൻ പോയി കാണുമ്പോൾ തനിക്ക് വേറൊരു ഫീലിങ്സ് ആയിരിക്കും കിട്ടുക. അതിൽ നിന്ന് ഒരു ടൈം പോയി കാണാം, ഒരു വൺ ടൈം വാച്ച് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം പോയി കണ്ടു നോക്കുക, എന്നിട്ട് ഒരു അഭിപ്രായം പറ. അവൻ്റെ ഒടുക്കത്തൊരു വിനയം.